ഇത്രയും കനമുള്ള ആസ്പെറ്റസ് ഷീറ്റ് കിടക്കുന്ന ടോപ്പാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും ഏരിയ ഇട്ടിരിക്കുകയാണ്. അത്രയും ഏരിയ ഇട്ടിരിക്കുന്ന സ്ഥലത്താണ് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ അടിയിലൊന്നും വെൽഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മാത്രമേ വെൽഡ് ചെയ്തിട്ടുള്ളൂ. എപ്പോഴും അടിയിൽ വെൽഡ് ചെയ്യണമെങ്കിൽ ബലം കൂടുതൽ. അടിവശം ഒന്നും വെൽഡ് ചെയ്യാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ അടിവശം വെൽഡ് ചെയ്യാതെ വരുന്നതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് മുകളിൽ വെയിറ്റ് കയറുമ്പോൾ താഴെ വെയിറ്റ് ഇല്ല. അന്നേരം വെയിറ്റ് അല്ല, വെൽഡ് ചെയ്തിട്ടില്ല. വെൽഡ് ചെയ്ത് വരുമ്പോൾ അത് കംപ്ലൈൻ്റ് ആണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ജോയിൻ്റ് ഒന്നും വലിയ വെയിറ്റ് വരുന്ന സ്ഥലങ്ങളാണ്. ജോയിൻ്റ് ഒന്നും വെൽഡ് ചെയ്തിട്ടില്ല. വെൽഡ് ചെയ്യാതാണ് ഇത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വർക്ക് എടുത്ത് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അടിയിൽ വെൽഡ് ചെയ്ത് കൊടുക്കണം. ഒരു മരത്തിൻ്റെ കഷ്ണം അടിയിൽ പൊട്ടിച്ചിട്ട് മുകളിൽ കയറിയുന്ന ഒടിഞ്ഞു പോകും. ഇതിൻ്റെ അടി ഒന്നും വെൽഡ് ചെയ്തിട്ടില്ല. ഇത് കരാറ് കൊടുത്ത് ചെയ്തതാണ്. ആര് ചെയ്താലും ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പാടില്ല. വെൽഡിങ് ചെയ്യുമ്പോൾ അടിവശം വെൽഡ് ചെയ്യണം, മുകൾ വശമല്ല വെൽഡ് ചെയ്യേണ്ടത്. ഈ അടിവശം വെൽഡ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ മൂലയൊക്കെ കണ്ടോ ഇങ്ങനെ ചെയ്ത് ഇത്രയും വെയിറ്റുള്ളൊരു ബീം ഇട്ടിരിക്കുന്നതാണ്. ബീം ഇട്ടിട്ട് അടിയിൽ വെൽഡ് ചെയ്യാതെയാണ് വെച്ചിട്ട് പോയിരിക്കുന്നത്. ഞാനും വെൽഡ് ചെയ്യുന്ന ആളാണ്, പക്ഷെ നമ്മളിങ്ങനെ ചെയ്യാറില്ല. സൂക്ഷിക്കുക, പണി ഇങ്ങനെ ചെയ്യരുത്, അപകടമാണ്.